നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, മൻ തവദ്ദഅ, ഒരാൾ വുളു എടുത്തു, സുമ്മ ഖാല, എന്നിട്ട് പറഞ്ഞു, സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സുബ്ഹാനക അല്ലാഹുമ്മ, അല്ലാഹുവേ നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു, നീ പരിശുദ്ധനാണ് റബ്ബേ, എല്ലാ ന്യൂനതകളിൽ നിന്നും നീ മുക്തനാണ് റബ്ബേ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക, അതേപോലെ തന്നെ നിന്റെ സകല സ്തുതികളും മഹത്വവും ഞാൻ ഉദ്ഘോഷിക്കുന്നു. ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ ഇലാഹില്ല, ആരാധ്യനില്ല. അസ്തഗ്ഫിറുക, ഞാൻ നിന്നോട് പാപമോചനം തേടുന്നു. വഅതൂബു ഇലൈക, ഞാൻ നിന്നിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുകയും ചെയ്യുന്നു. സാധാരണഗതിയിൽ ഒരു മജ്ലിസിൽ നിന്ന്, ഒരു നന്മയുടെ മജ്ലിസിൽ നിന്നൊക്കെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ചൊല്ലുന്ന ദിക്റാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ വുളുവിന് ശേഷവും കൂടി ഈ ദിക്ർ പഠിപ്പിച്ചിട്ടുണ്ട്. ഭൂരിപക്ഷ മുസ്ലിമീങ്ങളും ഈ ഒരു ദിക്റിനെ സംബന്ധിച്ച് അശ്രദ്ധയിലാണ്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ഇങ്ങനെ പറഞ്ഞാൽ കുതിബ ഫീ റഖ്ഖിൻ, ഒരു പ്രത്യേക ഏടിൽ മലക്കുകൾ ഈ ദിക്ർ എഴുതി വെക്കുന്നതാണ്. ആ വ്യക്തിക്ക് വേണ്ടി അദ്ദേഹം ചൊല്ലിയ ഒരു ദിക്ർ എഴുതി വെക്കും. സുമ്മ തുബിഅ ബിതാബിഇൻ, എന്നിട്ടൊരു സീല് വെച്ചത് ഭദ്രമാക്കി കളയും. ഫലം യുക്സർ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ അത് ഭദ്രമായി അള്ളാഹുവിൻ്റെ അടുത്ത് സൂക്ഷിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു ഏടിലാക്കി ഭദ്രമായി ഒരു കവറിലാക്കി സീല് വെച്ച് ഖിയാമത്ത് നാളിലാണ് അത് പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മഹത്വവും അതിലുള്ള നന്മയും എത്രയാണെന്ന് ഖിയാമത്ത് നാളിലെ ഏതൊരടിമയും തിരിച്ചറിയുകയുള്ളൂ എന്നാണ്. എന്ന് പറഞ്ഞാൽ എണ്ണമറ്റ പ്രതിഫലം. അതെന്താണെന്ന് നമുക്കറിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളിലൂടെ അതിനെ ഭദ്രമായി ഒരു ഏടിലാക്കി മുദ്ര വെച്ച് കളയുന്നതാണ്. ഖിയാമത്ത് നാളിൽ അത് പൊട്ടിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ആർക്കും അറിയില്ല അതിൻ്റെ പ്രതിഫലം എത്രയാണ് എന്ന്.